Good morning, friends. It's me, Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram welcomes you all. See, നമ്മുടെ നാട് എത്ര സുന്ദരമല്ലേ. ഞാനിപ്പോൾ രാവിലെ വന്നപ്പോഴേ ചിങ്ങവനത്തെ വൺ അമംഗ് ബിഗ് ആൻഡ് ബെസ്റ്റ് ബിസിനസ് മാൻ രാവിലെ ഈ മഞ്ഞത്ത് ഇരുട്ടത്ത് ഞങ്ങൾ വരുമ്പോൾ ഇരുട്ടാണ്, എക്സസൈസ് ചെയ്യുന്നു, നടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, സൈമൺ ശരീരമൊക്കെ ഒന്ന് ഇളകട്ടെ. കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, കൊടൈക്കനാലിനേക്കാൾ ഭംഗിയുള്ള ഈ കാഴ്ച കാണാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. ശരിയാ, ഈ കിടന്നുറങ്ങുന്നവർക്ക് ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. Anyhow, we must do some exercise. We must walk for a little and keep our health well. In the meantime, we must control our food habits. Okay, then everything will be all right. Okay. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനം രാജ്യം അംഗീകരിച്ചു എന്നുള്ളതാണ്. കേരളം എന്തുമാത്രം ഉയർന്നു പോയി. നിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും ഇല്ലെങ്കിലും മുമ്പോട്ട് പോകും എന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ ഇത് പറയാൻ തുടങ്ങിയിട്ട് പെരപ്പുറത്ത് കയറിയെന്ന് പറയാൻ ഒത്തിരി കാലമായി. കാരണം ധാരാളം യാത്ര ചെയ്യുന്നത് കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് കേരളം ഒത്തിരി മുന്നിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ US-ലൊക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ പോലും ചിലയിടത്ത് ചെല്ലുമ്പോൾ കേരളത്തിൻ്റെ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥിതി കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരും ദേ ആർ ഫാസ്റ്റ്ലി ഡെവലപ്പിംഗ്, അത് ശരിയാണ്. പക്ഷേ നമുക്ക് ഒപ്പത്തിനെത്താൻ കഴിയുന്നുണ്ട്. കാരണം നമ്മുടെ കൊച്ചുമക്കളും മക്കളുമൊക്കെ വിദേശത്തായതുകൊണ്ട് അവർ കൊണ്ടുവരുന്ന അറിവുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. തീർച്ചയായിട്ടും അതിന് പറ്റുന്നൊരു ഗവൺമെൻറ്റിനെ ലീഡ് ചെയ്യുന്ന പിണറായി വിജയൻ സാറിനെ അനുമോദിക്കാൻ ആഗ്രഹിക്കുക, പറയാതിരിക്കുന്ന നിർവാഹമില്ല. പിന്നെ ഇതിലും നന്നായി പെരുമാറാൻ കഴിയുന്നൊരു ഗവൺമെൻറ് വരട്ടെ എന്ന് നമ്മുടെ ആഗ്രഹം മാറുകയാണെങ്കിൽ. പക്ഷേ ഈ തമ്മിലടിയും കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് നടന്നത് എങ്ങനെയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ലൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ നല്ല വികസന പാതയും സാമൂഹിക സുരക്ഷിത പാതയൊക്കെ കാണിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നാൽ ഒരു പക്ഷേ ഒരു മാറ്റം വന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി പഠിക്കാനുണ്ട്, ഓടാനുണ്ട്, ചെയ്യാനുണ്ട്. ഓക്കെ, എനിഹോ, കേരളത്തിലെ കുട്ടികളാണ് ഭാഗ്യം ചെയ്തവർ. അവരുടെ ഏതൊരു കാര്യവും ഏറ്റെടുക്കാനും ചാടി വീഴാനും കഴിയുന്ന വളരെ ശുദ്ധനും എന്നാൽ ശക്തനുമായ ഒരു മന്ത്രി അവർക്കുള്ളത്. ആ മന്ത്രിയുടെ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അതിനകത്തൊരു ഒളിച്ചു വെച്ച കള്ളത്തരോ മറച്ചു വെച്ച കുശുമ്പോ ഒന്നുമില്ല. ഫ്രാങ്കായിട്ടാണ്. ഒരു ഫോണിൽ വിളിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അതിന് ഡിസിഷൻ എടുത്തു, പറഞ്ഞു നന്നായിട്ട് പഠിക്കൂ, വിളിക്കാവൂ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആ സന്തോഷം തോന്നി. എനിക്കാവൂ, നമ്മൾ കേരളത്തെ പറ്റിയും ഇന്ത്യയെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ് അല്ലേ. വളർച്ചയുടെ പാതയിലാണ് നമ്മളല്ലേ. നമ്മുടെ കുട്ടികൾ അവർ മിടുമിടുക്കന്മാർ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മളെല്ലാവരും ബദ്ധശ്രദ്ധരായിരിക്കണം. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് പോകണം. അതോടൊപ്പം എൻ്റർപ്രണർഷിപ്പ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. ഈ മന്ത്ലി ട്രെയിനിങ് ഇപ്പോൾ അത് 3 മാസം കൂടുമ്പോഴേക്ക് ഒന്നുള്ളൂ എൻ്റർപ്രണേഴ്സിന്. അത് എല്ലാ മാസവും ആക്കാനും അതിൽ കഴിവ് തെളിയിച്ച ആളുകളെ പരിശീലനത്തിനായി ക്ഷണിക്കാനും ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മുടെ കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ അവർ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം അവർക്ക് കിട്ടണം. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് മോഡലൊന്നുമില്ല. ഞാനൊരു എൻ്റർപ്രണറായാൽ എന്താകുമെന്ന് പറയാനൊരു മോഡലില്ല. അപ്പം മോഡലിനെ കൊടുക്കണം. ഓക്കെ, അങ്ങനെ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതിന് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എൻ്റർപ്രണർഷിപ്പിന് വേണ്ട പരിശീലനം കൊടുക്കണം. അവിടെ വേണ്ടത്ര വിദഗ്ധന്മാരെ പങ്കെടുപ്പിക്കണം. നല്ല ഭക്ഷണം കൊടുക്കണം. ആ ട്രെയിനിങ് പീരീഡ് 2 ആഴ്ചയാണ്. കാരണം അവരുടെ ഊർജ്ജസ്വലമായ മനോവ്യാപാരങ്ങളുണ്ടാകാൻ വേണ്ടിയാണ്. ഭക്ഷണത്തിനും ചിന്തയ്ക്കും
എല്ലാം ഒത്തിരി ഘടകങ്ങൾ ഒരു യോജിപ്പുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല വിശ്രമം എടുക്കുകയും നന്നായി ചിന്തിക്കുകയും ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഔന്നത്യത്തിലേക്ക് എത്താൻ കഴിയുക. നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ വാരിക്കോരി തിന്നല്ല, മിതമായി കഴിക്കുക, പക്ഷെ നല്ല ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.